ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഷീമാട്ടി ഇതാ ഒരുങ്ങുന്നുണ്ടോ. ആഹാ, എങ്ങനെ നോക്കാം. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും മമ്മി ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആഹാ, കൊള്ളാലോ, നല്ല ഡ്രസ്സ്, മഞ്ഞക്കിളി, കണ്ണാടിയൊക്കെ തുടയ്ക്കുവാണോ? ക്വയറ്റ് നാച്ചുറൽ, അതൊക്കെ ക്വയറ്റ് നാച്ചുറൽ. അപ്പം നമ്മുടെ സാറ് ബെൽറ്റൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പോക് ഞാൻ പറയാം കേട്ടോ. ഞാൻ നല്ല ഒന്നാമതിനെ കഞ്ഞിയൊക്കെ കുടിച്ചു, നല്ല പയറും കഞ്ഞിയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സാറ്, എനിക്കൊരു സാറുണ്ട് ഇവിടെ. സാറിനെ പോറ്റുന്ന കാര്യം ഭയങ്കര പാടാണ്. ഇതാ ചാർക്കോളിൽ നിന്ന് ഒരു ബിരിയാണി, എന്താ ഇത് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയില്ല. ഇതാ മന്തിയാണ് വഴി, അതൊക്കെ ഇതാ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ റോക്കിൻ്റെ ഒരു ബഹളം കണ്ടോ. അവനെന്നെ ആ ബഹളം, അവനൊന്ന് പുറത്തിറങ്ങിയാൽ മതി. മമ്മി കയറെടുക്കാൻ ചെല്ലുമ്പോൾ അവൻ കടിക്കാൻ ചെല്ലുന്നത് എന്തിനാണ്, വെളിയിലിറങ്ങണം. ഇപ്പോൾ അല്ലുവിൻ്റെ അടുത്ത് പറയാം, കൊണ്ടുപോകും, ഗേറ്റ് തുറക്ക്. ഇവരെല്ലാം ഇറങ്ങുന്നതിന് മുന്നിട്ട് തന്നെ അവൻ നോക്ക്, അവന് മനസ്സിലായി. ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ഗേറ്റിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാടുക, തുറക്ക് എന്ന് പറഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞതും ചാട്ടി വെളി ഇറങ്ങി. എടാ ഓടരുത്, എടാ കൊണ്ടുപോകാടാ, വാ. കാറെന്തിയേ എടാ, കാറെന്തിയേ? ആ കയറിക്കോ. അയ്യോ, കയറി. ഓക്കെ, ഇതാ പോയി. എടാ പോകാം, റെഡി? ദേണ്ട നോക്കട്ടെ. കണ്ടോ, അവളങ്ങനെ, അയ്യോ സുന്ദരിയായിട്ട് അവളങ്ങനെ കയറി. റോക്കിക്കുട്ടൻ മടിയിൽ കയറി ഇരിപ്പുമായി. അത് തുറന്നു കൊടുക്കടി അവന്. ആഹാ, ഇനി കണ്ടോണം, ഇനി അവിടെ കയറി ഇരുന്നോളൂ. പിന്നെ മമ്മി ദേ ഇരിക്കുന്നു. ഓക്കെ, ഹായ് പറഞ്ഞേ. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് യാത്രയെന്ന് പറയാം. ഞങ്ങളങ്ങനെ S7 റോഡിലേക്ക് തിരിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ സ്ഥലം വരെ പോവാണേ. പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാം. കാരണം ഞങ്ങൾ ഒത്തിരി നാളായി ഞങ്ങൾ എല്ലാവരും കൂടി, മാപ്പാണ് കേട്ടോ, മാപ്പ് ചേച്ചിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് ഒത്തിരി നാളായി. അലങ്കൂട്ടം വരുന്നില്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മന്തിയൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ചിരിച്ച് ആസ്വദിച്ചൊക്കെ അങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോവാം. അപ്പം എനിക്ക് വെള്ളം ദാഹിച്ചിട്ട് വയ്യ. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. സ്ഥലം എവിടെയാണെന്നൊന്നും അറിയത്തില്ല. മമ്മിയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്, റോക്കിക്കുട്ടൻ നിൽക്കുന്നുണ്ട്. അല്ലുക്കുട്ടൻ്റെ അടുത്ത് ഞാൻ വെള്ളം വാങ്ങിക്കാനായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. എന്താണ് 7-Up എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ അങ്ങോട്ട് പോയിക്കോ. അങ്ങനെ ഞങ്ങൾ വഴിയോര കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് ഒരുപാട് പാലത്തിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ പാലത്തിൽ കൂടെ പോകുന്ന വഴിക്ക് ഈ രണ്ട് വശത്തും നമ്മുടെ ക്യൂൻസ് അറേബ്യയാണല്ലോ, അറേബ്യൻ സീൻ്റെ നല്ല കാണാ കാഴ്ചകളും വേമ്പനാട്ട് കായലും ഒക്കെ ഇങ്ങനെ അങ്ങ് കിടക്കുന്ന ഒരുപാട് പാലത്തിൽ കൂടി ഇങ്ങനെ പോയി. നല്ലൊരു നൊസ്റ്റാൾജിക്കായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ കാണാനായിട്ടും ഒക്കെ നല്ല രസമുള്ള, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. കുറച്ച് സമയമുള്ളായിരുന്നു, പക്ഷെ അത്രയും സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. റോക്കീനെ കൊണ്ടുവന്നു വെളിയിലേക്ക്. ഇപ്പോൾ അവനെ ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റിൽ അവനങ്ങോട്ട് ഓട്ടമായിരുന്നു അവിടെ എല്ലാം കിടന്നങ്ങ്. റോക്കി അങ്ങനെ ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ. നിങ്ങൾ ഈ ബാക്ക് വാട്ടേഴ്സൊക്കെ കണ്ട് നല്ല രസമുണ്ട്. നല്ല കാം ആൻഡ് ക്വൈറ്റായിട്ടുള്ളൊരു സ്പേസ്. അങ്ങനെ കുമ്പളങ്ങി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ആക്ച്വലി നമ്മളിതിൻ്റെ ഒരു സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. ഇനിയും കുറച്ച് കാണാനുണ്ട്, കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുണ്ട്. നല്ല കായലിൻ്റെ തീരത്തുള്ള ഒരു റിസോർട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഈ വെയിൽ കാരണം കറക്റ്റായിട്ട് എല്ലാം ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറെ സ്ഥലത്തെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഒന്ന് പോകണം. നമ്മുടെ റോക്കിക്കുട്ടനെയും ഒത്തിരി നാൾക്ക് ശേഷമാണ് റോക്കീനെ കൊണ്ടുവരുന്നത്. പോകാം. അപ്പം അങ്ങനെ റോക്കി അല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാം ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കുമ്പളങ്ങിയിലാണ് ഇങ്ങനൊരു സ്പേസ് വരുന്നത്. നമ്മുടെ കൊച്ചിക്കാരും എല്ലാവർക്കും അറിയാം, മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നല്ല ഈ ചെമ്മീൻ കെട്ടുകളും
ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് കുമ്പളങ്ങി എന്ന് പറയുന്നത്. അപ്പം നിറയെ ചെമ്മീൻ കെട്ടുകളും നല്ല രസമുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഓക്കെ, അങ്ങനെ പിന്നെ റോക്കി ഇതെല്ലാം കണ്ട് റോക്കിനെ അല്ലൂനെയാണ് ഞാൻ ആക്ച്വലി ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പുത്തൻതോടോ എനിക്ക് ഓർമ്മയില്ല, അവിടെ ഒരു ബീച്ചിലേക്കാണ് ചെല്ലാവനം എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ബീച്ചിലേക്കായിരുന്നു. അപ്പം ഞാനതിനെ ഒന്ന് സ്ലോ മോഷനിൽ സെറ്റ് ചെയ്തു. ആ സ്ലോ മോഷനിൽ നമ്മുടെ കഥാനായിക പോകുന്ന ആ പോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒത്തിരി നാളായി ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഒന്നും പോയിട്ട്, ഒത്തിരി നാൾ മീൻസ് ഒരുപാട് നാളായി പുറത്തേക്ക് ഒന്ന് പോയിട്ട്. മോങ്കുട്ടൻ ഇല്ലാത്തത് കൊണ്ടൊന്നും മിസ്സായി, കാരണം അവന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒരു സൺഡേയിലേ ഉള്ളൂ. അവൻ പറഞ്ഞു ആ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ കേടിക്കിടന്ന് അങ്ങ് ഉറങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് റോക്കി സാറ് ഷൂഷു ഒക്കെ വെക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. എല്ലായിടവും ഒക്കെ ഒന്ന് കണ്ട് നോക്കി. അവിടെ നിറയെ കല്ലുകളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചെറിയ കുട്ടി ഇങ്ങനെ കുറച്ച് ആക്ഷൻസൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കടലിലൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് അല്ലു ഇറങ്ങിയില്ല. അല്ലുവിന് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അലനുണ്ടായിരുന്നെങ്കിൽ കുളിക്കാനൊക്കെ ഇറങ്ങും. നല്ല സ്ഥലമാണ് കേട്ടോ, കുളിക്കാനൊക്കെ പറ്റുന്ന സ്പേസാണ്. നല്ല സ്ഥലമാണ്. ഇത് മറ്റേ പുത്തൻതോപ്പ് ബീച്ചാണ് കേട്ടോ. ബീച്ചിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. എല്ലാം കഴിഞ്ഞു. റോക്കിയും അല്ലുവും അമ്മയും ഒക്കെ കാറിലേക്ക് കയറി. അപ്പോൾ എല്ലാവർക്കും